തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൈറലായ പാരഡി ഗാനം പോറ്റിയെ കേറ്റിയെ പാട്ടിൽ ഒടുവിൽ സർക്കാർ യു ടേൺ അടിച്ചിരിക്കുകയാണ്. പുതിയ കേസൊന്നും വേണ്ട എന്നാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പരാതിക്കാരനെ അനുകൂലിച്ചും തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമെന്നും പറഞ്ഞ് രംഗത്തു വന്നത് രാജു എബ്രഹാം ആയിരുന്നു. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കും വിധം രാജു എബ്രഹാം തന്നെ ഇന്ന് പറഞ്ഞതെല്ലാം തിരുത്തുകയാണ്, വിഴുങ്ങുകയാണ്. പരാതി കൊടുത്തത് തിരുവാഭരണ പാത സംരക്ഷണ സമിതി എന്ന സ്വതന്ത്ര സംഘടനയാണെന്നും വിഷയത്തിൽ പാർട്ടിക്ക് ഒരു ബന്ധമില്ല എന്നും രാജു എബ്രഹാം ഇന്ന് പറയുന്നു. കേസെടുത്തതിൽ വിമർശനം കടുക്കുകയും കേൾക്കാത്തവർ പോലും പാർട്ടിന് പിറകെ പോവുകയും ചെയ്തപ്പോഴാണ് പാർട്ടിക്കാർക്കും സർക്കാരിനുമൊക്കെ ഈ വൈകി വിവേകം ഉദിച്ചിരിക്കുന്നത്. എന്താണ് ഈ യു ടേണിലേക്ക് നയിച്ച കാരണങ്ങളെന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം. കേസിലെ പരാതിക്കാരനായ പ്രസാദ് കുഴിക്കാലയുടെ മൊഴി ഇന്ന് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെ മൊഴിയെടുത്ത പോലീസാണ് ഇനി തുടർ നടപടികളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നടപടികൾ മരവിപ്പിക്കുന്നത്. കേസിൽ ഗാനരചയിതാവ് GP കുഞ്ഞബ്ദുള്ള, ഗായകൻ ഡാനിഷ്, പാട്ട് ചിത്രീകരിച്ച CMS മീഡിയ നിർമ്മാതാവ് സുബൈർ പന്തല്ലൂർ എന്നിവരായിരുന്നു പ്രതികൾ. ഇവർക്കെതിരെ നടപടികൾ ഉണ്ടാകില്ല, പാട്ടിൽ കൂടുതൽ കേസ് വേണ്ട എന്ന് ADGP ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പാട്ട് നീക്കില്ലെന്നും മെറ്റയ്ക്കും ഗൂഗിളിനും കത്തയക്കില്ലെന്നും അറിയിപ്പുണ്ട്. അപ്പോൾ ഇതുവരെ എടുത്ത എല്ലാ നടപടികളും ഇതിൽ മരവിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഒന്നും ചെയ്യില്ല എന്ന് അവർ ഉറപ്പാക്കുകയാണ്. പാരഡി ഗാനത്തിന്റെ ലിങ്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും നീക്കം ചെയ്യണമെന്ന പോലീസ് നിർദ്ദേശത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത് വന്നിരുന്നു. മെറ്റയ്ക്ക് കത്ത് നൽകിയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാർ യു ടേൺ അടിക്കുന്നത്. ഈ യു ടേൺ വ്യക്തമാക്കുന്നതാണ് രാജു എബ്രഹാമിന്റെ വാക്കുകൾ. പരാതി കൊടുത്തത് തിരുവാഭരണ പാത സംരക്ഷണ സമിതി എന്ന സ്വതന്ത്ര സംഘടനയാണെന്നും വിഷയത്തിൽ പാർട്ടിക്ക് ഒരു ബന്ധമില്ല എന്നും രാജു എബ്രഹാം പറയുന്നു. രാജു എബ്രഹാം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഗുരുതരമായ ചട്ടലംഘനമാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കും എന്നതായിരുന്നു രാജു എബ്രഹാം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. മാത്രവുമല്ല, ഈ പരാതിക്കാരനെ അനുകൂലിക്കുന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. അതാണ് ഇത്ര വലിയ വിവാദം ഈ വിഷയത്തിൽ ഉണ്ടാകാനുള്ള കാരണം. ഇപ്പോൾ അദ്ദേഹം പറയുന്നു, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്ന പാർട്ടിയല്ല CPM, പാട്ടിനെതിരല്ല, കൃത്യമായ നിലപാട് ഉള്ള പാർട്ടിയാണ് തങ്ങളുടേത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊപ്പമാണ് തങ്ങളുടെ പാർട്ടി. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകുന്നതും ആലോചിച്ച് തീരുമാനിക്കുമെന്നും ആണ് ഇപ്പോൾ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറയുന്നത്. പാരഡി സംബന്ധിച്ച് പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് പാർട്ടിയല്ല. പാരഡി സംബന്ധിച്ച് പാർട്ടിയുടെ ഒരു നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പാരഡി സംബന്ധിച്ച് പരാതി കൊടുത്തിരിക്കുന്നത് തിരുവാഭരണ സംരക്ഷണ സമിതി എന്ന സ്വതന്ത്ര സമിതിയാണ്. അത് പാർട്ടിക്ക് അതുമായിട്ട് ബന്ധമില്ല. അപ്പം നമ്മുടെ ഇന്നലെയൊക്കെ വാർത്ത ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ പാർട്ടി ഇടപെടുന്നു. പാർട്ടി അങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലും ഇടപെടുന്നൊരു പാർട്ടിയല്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതാണ് CPM, ഇടതുപക്ഷം. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില വാർത്തകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. CPM-ന് അക്കാര്യത്തിൽ യാതൊരു ബന്ധവുമില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊപ്പമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് തിരുവാഭരണ സംരക്ഷണ സമിതി, ആ സമിതി കൊടുത്തൊരു പെറ്റീഷനാണ്. ആ പെറ്റീഷൻ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അയ്യപ്പനെ ഉപയോഗിച്ചു. അതാണ് അവരുടെ പെറ്റീഷൻ ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമ്മളുമായിട്ട് അതെ, നമുക്കതിനകത്ത് ബന്ധമില്ല. പാർട്ടി നിലപാട് സ്വീകരിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുമെന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഞാൻ ആലോചിച്ചിട്ട് അറിയിക്കും. അപ്പോൾ പൂർണ്ണമായും പിൻവലിയുന്നു എന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വളരെ വ്യക്തമാണ്. കേസുമായി മുന്നോട്ട് പോകുന്നതിൽ നിന്നും പോലീസ് പിന്മാറിയത് സ്വാഗതാർഹമാണ് എന്നതാണ് ഈ പാരഡി ഗാനത്തിന്റെ അണിയറക്കാരുടെ ഇതിനോടുള്ള പ്രതികരണം. ഒപ്പം നിന്നവർക്കെല്ലാം നന്ദി പറയുന്നു എന്ന് അവർ പറയുന്നു. ആരുടെയും മതവികാരം വ്രണപ്പെടുത്തുന്ന ഒരു വരി പോലും പാട്ടിലില്ലെന്ന് ഉറപ്പായിരുന്നു. സ്വർണം കട്ടതിന്റെ പശ്ചാത്തലത്തിലുള്ള പാട്ടിന്റെ രണ്ടാം ഭാഗം ഇറക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോകുമെന്നും അവർ ന്യൂസ് 18നോട് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തിരിച്ചറിവ് വന്നു എന്നുള്ളതാണ് എൻ്റെ സത്യത്തിൽ. ഇത് ദൈവത്തെ നിന്ദിക്കുന്ന അല്ലെങ്കിൽ ഒരു മതവിഭാഗക്കാർക്കും വേദന ഉണ്ടാക്കുന്ന ഒരു വരി പോലുമില്ലെന്ന് പൂർണ്ണമായ ഉറപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നവർക്കൊക്കെ ബോധ്യമായി. അതിനടിസ്ഥാനത്തിൽ പിൻവലിച്ചു എന്നറിഞ്ഞൊരു സന്തോഷം. എന്തായാലും ഇവരൊക്കെ വർഷങ്ങളായിട്ട് കലാഫീൽഡിലുള്ള ആൾക്കാർ ഇന്നേ വരെ അങ്ങനെ ഒരു സംഗതി പോയിട്ടില്ല. എല്ലാവരും വിഷമത്തിലായിരുന്നു, എല്ലാവരും സന്തോഷത്തിലാണ്.
പാട്ടിൽ വൈകിയാണെങ്കിൽ സർക്കാരിന് സൽബുദ്ധി ഉദിച്ചുവെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. പാരഡിയിലെ വരികൾ കേരളത്തിലെ ജനഹൃദയങ്ങളിൽ പതിഞ്ഞുവെന്നും പാരഡിയുടെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനുള്ള നീക്കം മറ്റൊരു മണ്ടത്തരമാണ് എന്നുമാണ് KPCC അധ്യക്ഷൻ പരിഹസിക്കുന്നത്. ഏതായാലും അവർക്ക് വൈകിയാണെങ്കിൽ പോലും അവർക്ക് ബുദ്ധി ഉദിച്ചു, സൽബുദ്ധി ഉദിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഈ ആക്ഷേപത്തിൽ CPM ഇന്ന് കാലിടറി വീഴുകയാണ്. അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഈ പാട്ടിലെ വരികൾ കേരളത്തിലെ ജനഹൃദയങ്ങളിൽ പതിഞ്ഞ വരികൾ തന്നെയാണ്. മറ്റൊരു മണ്ടത്തരം കമ്മീഷൻ തീരുമാനിക്കട്ടെ. തെരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാവരും ഈ പാട്ടിന്റെ ബലത്തിൽ ഈ പാട്ട് കേട്ട് വോട്ട് ചെയ്തവരുണ്ടെങ്കിൽ അങ്ങനെ അവരുടെ ഇലക്ഷൻ റിസൾട്ട് മുഴുവൻ കമ്മീഷൻ പരിശോധിക്കട്ടെ. LDF സർക്കാരിനെ പാടി താഴെ ഇറക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. ഈ വിഷയത്തിൽ അയ്യപ്പ വിശ്വാസികളുടെ വികാരം വ്രണപ്പെട്ടത് പാരഡി പാടിയപ്പോഴല്ല, സ്വർണം കട്ടപ്പോഴാണെന്നും പാരഡി പാട്ട് ഇനിയും പാടുമെന്നുമാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അതേസമയം പാട്ട് നിരോധിച്ചാൽ നിരോധിച്ചവന്റെ വീടിന്റെ മുന്നിൽ പോയി കോൺഗ്രസ് നേതാക്കൾ പാടുമെന്ന് K മുരളീധരൻ പറഞ്ഞു. സ്വർണം കക്കുന്നതാണ് തെറ്റ്, കട്ടവരെ കുറിച്ച് പാട്ട് പാടുന്നത് തെറ്റല്ലെന്നും അയ്യപ്പനോട് സ്നേഹമുണ്ടെങ്കിൽ ജയിലിൽ കിടക്കുന്ന നേതാക്കളെ പുറത്താക്കണമെന്നും K മുരളീധരൻ ആവശ്യപ്പെട്ടു. അപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഈ രീതിയിൽ ശക്തമായി ഇതിനെതിരെ രംഗത്ത് വരികയും അത് അവരൊരു അവസരമാക്കി മാറ്റുകയും ചെയ്യുന്നത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള യൂട്ടേൺ ഉണ്ടായിരിക്കുന്നത്. ഇടത് സഹയാത്രികർ പോലും ഇതിനെതിരെ പരസ്യമായി ശക്തമായി പ്രതികരിച്ച് രംഗത്ത് വരുന്നത് കണ്ടിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാരിന്റെ ഈ യൂട്ടേൺ. കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളുടെ കൂടി പ്രതികരണം കാണാം. അത് പാടുന്നതിന് എന്താ കുഴപ്പം? ആരുടെ ഗാനങ്ങൾ ആദ്യമായിട്ടാണോ കേരളത്തിൽ പാടുന്നത്? അത് ആരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒന്നല്ല. ഭക്തരുടെ ഹൃദയവികാരങ്ങളെ വെല്ലുവിളിക്കുന്നത് സ്വർണം കണ്ടതാണ്. ഇതിനെ പാരഡിയായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. അതിൽ ദൈവം നിന്ന ഒരംശം പോലുമില്ല. ഈ സ്വർണം കക്കുന്നാണ് ഏറ്റവും വലിയ തെറ്റ്. അതല്ലാതെ കട്ടയനെ കുറിച്ച് പാട്ട് എഴുതുന്ന കുറ്റമല്ല. അപ്പോ പാരഡിയിലെ നിലപാടുകൾ വിവാദത്തിനും വിമർശനത്തിനും കാരണമായതിന് പിന്നാലെ തിരിച്ചടി മുന്നിൽ കണ്ടുകൊണ്ടാണ് CPM-ഉം സർക്കാരും പിന്നോട്ട് പോകുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയുടെ മൈക്ക് പണിമുടക്കിയപ്പോൾ ഇതുപോലെ ഒരു കേസെടുത്തിരുന്നു. അത് വലിയ വിവാദമായി. അതിന് പിന്നാലെ ഇതുപോലെ യൂട്ടേൺ അടിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ആ കേസിലും ഉണ്ടായിരുന്നു. ഇത്തരം എടുത്തുചാട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഡാമേജ് യൂട്ടേൺ അടിച്ചാൽ മാത്രം ഇല്ലാതാകുന്നതല്ല. ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് ബന്ധപ്പെട്ടവർ കാട്ടേണ്ടത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഒപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2 തെരഞ്ഞെടുപ്പുകളിലെ വലിയ തിരിച്ചടിക്ക് ശേഷമാണ് ഏറ്റവും നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അവിടെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ തുടർഭരണം എന്ന മുദ്രാവാക്യം ഇനി ഉയർത്തുമോ ഇല്ലയോ എന്നറിയില്ല. അവിടെ ഞങ്ങൾക്ക് ഡാമേജ് ഉണ്ടായിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഇനിയുള്ള ഓരോ നീക്കങ്ങളും വളരെ സൂക്ഷ്മമായി വേണം എന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു പാളിച്ച ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഡാമേജ് കൺട്രോളിനുള്ള ശ്രമങ്ങളാണ് ഇനി ഉണ്ടാവുക.